ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർക്ക് ഒരിക്കലും PSG വിട്ട് പുറത്തു പോവാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ കിലിയൻ എംബപ്പെ PSG മാനേജ്മെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ PSG മാനേജ്മെന്റ് നെയ്മർ ജൂനിയറെ ഒഴിവാക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും നെയ്മറെ PSG ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നെയ്മർ അൽ ഹിലാലിലേക്ക് പോയത്. പക്ഷേ അവിടെ കാര്യങ്ങൾ നല്ല രൂപത്തിൽ പുരോഗമിച്ചില്ല. പിന്നീട് സാന്റോസിലേക്ക് നെയ്മർ ജൂനിയർ തിരികെ വരികയായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ മുൻ ഫ്ലമംഗോ പ്രസിഡന്റ് ആയിരുന്ന മാർക്കോസ് ബ്രാസ് നടത്തിയിട്ടുണ്ട്. അതായത് നെയ്മർ PSG-യിലായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ഫ്ലമംഗോ വലിയ രൂപത്തിൽ ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മാർക്കോസ് ബ്രാസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയർ PSG-യിൽ ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പിതാവുമായി സംസാരിച്ചിരുന്നു. എന്നാൽ നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഓപ്ഷൻ ഉപയോഗിക്കുമെന്ന് PSG അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത്തരമൊരു സൈനിങ് കേവലം കണക്കുകൾ മാത്രം നോക്കി ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. നെയ്മറുടെ പിതാവിനെ കണ്ട് സംസാരിച്ച് ഒരു ഫിനാൻഷ്യൽ പ്രൊജക്റ്റ് തന്നെ ഇതിനായി തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം നെയ്മറുടെ സാലറി ഫ്ലമംഗോയുടെ സാധാരണ ബജറ്റിൽ നിന്നും മാത്രം നൽകാൻ കഴിയില്ല. PSG-യിൽ നെയ്മർ ജൂനിയർ അതൃപ്തനായ സമയത്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ പിതാവിനെ സമീപിച്ചത്. ഞങ്ങൾ കോപ്പകബാന പാലസിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. അദ്ദേഹം എന്നോട് വലിയ ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറിയത്. നെയ്മറുടെ കുടുംബത്തിന് ഫ്ലമംഗോയോട് വലിയ സ്നേഹമുണ്ട്. എന്നോടും നല്ല ബന്ധമാണ് അവർക്കുള്ളത്. എന്നാൽ അന്ന് അദ്ദേഹത്തെ ടീമിലെത്തിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നില്ല. കാരണം അന്ന് അദ്ദേഹത്തിന് PSG-യുമായി കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. 222 മില്യൺ യൂറോ മുടക്കിക്കൊണ്ടാണല്ലോ അവർ നെയ്മറെ സ്വന്തമാക്കിയത്. ഇതാണ് ഫ്ലമംഗോയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ PSG-യിൽ അസംതൃപ്തനായ സമയത്താണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ PSG പറഞ്ഞത് നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കും എന്നായിരുന്നു. അതോടുകൂടി അത് നടക്കാതെ പോയി എന്നൊക്കെയാണ് ഇപ്പോൾ ബ്രാസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സാന്റോസിനേക്കാൾ നല്ല രൂപത്തിൽ കളിക്കാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ നെയ്മർക്ക് പറ്റിയ ഒരു ക്ലബ്ബ് ആയിരുന്നു ഫ്ലമംഗോ. പക്ഷെ അന്ന് ദൗർഭാഗ്യവശാൽ അത് നടക്കാതെ പോവുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.